ജോമോന്റെ സുവിശേഷം എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് ദുൽഖർ സൽമാനും അതുപോലെ സത്യൻ അന്തിക്കാടാണ് ഈ സിനിമയുടെ സംവിധായകൻ. അവർ ഈ ഓണ ദിവസവും ഷൂട്ടിംഗ് തിരക്കിലാണ്. ഓണസദ്യ ഉണ്ട് അവർക്ക്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓണസദ്യക്കുള്ള ആ തിരക്കിലാണെങ്കിൽ പോലും രണ്ട് വാക്ക് ഇവരോട് സംസാരിക്കുന്നത്. ഓണത്തിന്റെ ഓർമ്മയാണ്, എന്തൊക്കെയാണ് ഓണത്തിന്റെ ഓർമ്മകൾ? ഓണത്തിന് ഓർമ്മ എല്ലാ ഓണത്തിനും സദ്യ ഉണ്ണും. അത് എവിടെയാണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്ന ലൊക്കേഷനിൽ എല്ലാവരും ഒപ്പം ഇരിക്കുന്നതാണ് എൻ്റെ സന്തോഷം. വീട്ടിൽ തൊട്ടടുത്താണ് വീട്, എന്നാൽ പോലും ഇന്ന് വീട്ടിലെത്താൻ പറ്റിയില്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഇല്ല, ഞാനിത് കണ്ട് എങ്ങനെയെങ്കിലും അവിടെ എത്തി വൈകുന്നേരം ആണെങ്കിലും ഒരു സദ്യ അവിടെ കൊണ്ട് കഴിക്കാതിരിക്കണം. വാപ്പച്ചിയും എല്ലാവരും ഉണ്ട്, വീട്ടിലുണ്ടാവും. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് പോകുന്നുണ്ടോ? ഓണാഘോഷവും ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ? തനി നാട്ടിൻ പുറത്ത് നിന്ന് വന്ന ആളാണ്. അന്തിക്കാട്ട് നിന്ന് നാടൻ ഓണത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ടാവും. ഈ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം കൂടെ സത്യൻ അന്തിക്കാടിനോട് ചോദിക്കാം. സർ, നാട്ടിൻപുറത്തുകാരനാണ്, ഒരുപാട് നാട്ടിൻപുറത്ത് ഓണങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഇത്തവണത്തെ ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്നുള്ള സിനിമയുടെ ടോട്ടൽ ടീമിൻ്റെ ഒപ്പം ഊണ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തം വീട് മാത്രമല്ല, സിനിമയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നവരും സിനിമയിൽ അഭിനയിക്കുന്നവരും ടെക്നീഷ്യൻസ് എല്ലാവരും ചേരുമ്പോൾ അത് മറ്റൊരു കുടുംബമാണ്. അപ്പോൾ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഇത്തവണത്തെയും ഓണം. അന്തിക്കാട്ട് ഓണത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സാർ തോന്നിയത്? പെട്ടെന്ന് പറയാവുന്ന ഓർമ്മകൾ എന്താണ്? അല്ല, അന്തിക്കാട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സിനിമയിൽ തന്നെയാണ്. അപ്പോൾ സിനിമ ഓണക്കാലം എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ആഘോഷമാണ്. കാരണം കുട്ടിക്കാലത്ത് കഥകളും കവിതകളൊക്കെ വായിക്കുന്ന കാലത്ത് ഓണപ്പതിപ്പുകൾ വായിക്കുക, അല്ലെങ്കിൽ ഓണക്കളികൾ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സിനിമയിൽ വന്നതിന് ശേഷം ഓണത്തിനിറങ്ങുന്ന സിനിമകളെ പറ്റിയിട്ടുള്ള ആഘോഷങ്ങളായി. പിന്നെ നമ്മുടെ സ്വന്തം സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ഓണച്ചിത്രത്തിൻ്റെ വിജയത്തിനെ പറ്റിയുള്ള ടെൻഷനായി. അപ്പം ഓണം എപ്പോഴും സജീവമാണ്. അപ്പം നാട്ടിൻപുറത്തുള്ള ഓണം എന്ന് പറയുന്നത് പണ്ട് എല്ലാവരും പറയാറുള്ള പോലെ നാട്ടിൻപുറത്തെ ഊഞ്ഞാലാട്ടവും കളികളും ഒക്കെ ഉള്ളത് തന്നെയാണ്. അതൊരിക്കലും മിസ് ചെയ്യുന്നില്ല. കാരണം അതിനേക്കാൾ ആഘോഷമാണ് ഇവിടെ. കാര്യം ഒരു സിനിമ ജനിക്കുകയാണല്ലോ. അപ്പോൾ ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന് പറയുന്ന പുതിയ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനും അത് സജീവമായി അല്ലെങ്കിൽ സരസമായി ഇത് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ജോലിയല്ല, ഒരു ആഘോഷം തന്നെയാണ്. ഓണത്തിൻ്റെ തിരക്കിലാണെങ്കിൽ പോലും ഓണം ഓർമ്മകൾ അത്രത്തോളം സജീവമായി നിലനിൽക്കുന്ന ആളുകളാണ് എല്ലാ കലാകാരന്മാരും. ഈ കലാകാരന്മാർക്കൊപ്പം ഓണാശംസകൾ നേർന്നുകൊണ്ട് ഉമർ ഗുൽമോറിനൊപ്പം ലിജോ വർഗീസ്, മീഡിയ 1.